2003 മെക്സിക്കോയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അമേരിക്കൻ പുരോഹിതൻ ഫാദർ പീറ്റർ വില്യംസിന് മാഗലി വെലാസ്കോസ് എന്ന യുവതിയിൽ നിന്ന് ഭൂതത്തെ ഒഴിപ്പിക്കാൻ വിളിവന്നു. ആ ആചാരത്തിനിടെ എന്തോ ഭീകരമായി സംഭവിച്ചു. പീറ്ററിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതായി തോന്നി. ആ നിമിഷം ദുർഭൂതം അവനെ കീഴടക്കി. എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ലായിരുന്നു. എങ്കിലും പീറ്റർ തന്റെ പൗരോഹിത്യം തുടർന്നു. മെക്സിക്കോയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി. 18 വർഷങ്ങൾക്കു ശേഷം അമാനുഷികമായ അസ്വസ്ഥതകൾ വീണ്ടും തലപൊക്കാൻ തുടങ്ങി. പട്ടണത്തിലെ കുട്ടികൾക്കിടയിൽ മാരകമായ ഒരു അസുഖം പടർന്നുപിടിച്ചു. പ്രാദേശിക ജയിലിൽ തടവിലായിരുന്ന എസ്പെരാൻസ എന്ന യുവതിക്ക് ഭൂതാവിഷ്ടമായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. പീറ്ററിനെ ഭൂതോച്ചാടനത്തിനായി വിളിച്ചെങ്കിലും ആ കൂടിക്കാഴ്ച അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവന്റെ ഭൂതകാലം അവന് പിന്തുടരുന്നതായി തോന്നി. താമസിയാതെ മാഗലി പീറ്ററിനെ സമീപിച്ചു. ഞെട്ടിക്കുന്നൊരു സത്യം അവൾ വെളിപ്പെടുത്തി. എസ്പെരാൻസ അവന്റെ സ്വന്തം മകളാണ്. അവളെ ഏതുവിധേനയും രക്ഷിക്കാൻ അവൾ പീറ്ററിനോട് അഭ്യർത്ഥിച്ചു. ഈ സാഹചര്യം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പീറ്റർ പരിചയസമ്പന്നനായ ഭൂതോച്ചാടകനായ ഫാദർ മൈക്കിൾ ലൂയിസിന്റെ സഹായം തേടി. ഭൂതോച്ചാടനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ ഭൂതത്തിന്റെ സ്വാധീനം ജയിലിനുള്ളിൽ പല തടവുകാരെയും ബാധിച്ചിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി. പുരോഹിതന്മാർക്ക് ചെറുത്തുനിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു മുറിക്കുള്ളിൽ ഒളിക്കാൻ അവർ നിർബന്ധിതരായി. നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള അവരുടെ ശ്രമത്തിനിടെ പീറ്ററിന്റെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് ഫലിക്കാത്തതെന്നും അവൻ എന്തെങ്കിലും പാപങ്ങൾ മറച്ചുവെക്കുന്നുണ്ടോ എന്നും ഫാദർ ലൂയിസ് ചോദ്യം ചെയ്തു. ഇത് ഒരു നിർണായക വെളിപ്പെടുത്തലിലേക്ക് നയിച്ചു. 18 വർഷം മുൻപ് പരാജയപ്പെട്ട ഭൂതോച്ചാടനത്തിനിടെ തനിക്ക് ഭൂതാവിഷ്ടനായെന്ന് മാത്രമല്ല, മാഗലിയിൽ പ്രവേശിച്ച ദുർഭൂതം തന്നെ വശീകരിക്കുകയും അതിന്റെ സ്വാധീനത്തിൽ താൻ അവളുമായി ബന്ധപ്പെടുകയും ചെയ്തുവെന്നും അതിൽ നിന്നാണ് എസ്പെരാൻസ ജനിച്ചതെന്നും പീറ്റർ ഏറ്റുപറഞ്ഞു. ഈ തിരിച്ചറിവ് ഫാദർ ലൂയിസിനെ ഞെട്ടിച്ചു. അപ്പോൾ അവൻ തന്റെ സ്വന്തം രഹസ്യം വെളിപ്പെടുത്തി. താൻ ഒരിക്കലും ബാർബൻ എന്ന ഭൂതത്തെ തോൽപ്പിച്ചില്ലെന്നും പകരം അതിനുമായി ഒരു കരാറുണ്ടാക്കുകയായിരുന്നുവെന്നും അവൻ ഏറ്റുപറഞ്ഞു. ഫാദർ ലൂയിസിനു കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് ഭൂതാവിഷ്ടനായ ഒരു തടവുകാരൻ അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. മരിക്കുന്നതിനു തൊട്ടുമുമ്പ് ബാർബനുമായി ഒരിക്കലും ഒരു കരാർ ഉണ്ടാക്കരുതെന്ന് അവൻ പീറ്ററിന് മുന്നറിയിപ്പ് നൽകി. തന്റെ ഭൂതകാല പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഉറച്ച പീറ്റർ ഒരു വീഡിയോ കുമ്പസാരം റെക്കോർഡ് ചെയ്യുകയും അത് സഭയിലെ അധികാരികൾക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ അവന് കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് ഭൂതാവിഷ്ടരായ തടവുകാർ അവനെ ആക്രമിക്കുകയും ബോധരഹിതനാക്കുകയും ചെയ്തു. കണ്ണു തുറന്നപ്പോൾ പീറ്റർ സ്വയം കെട്ടിയിടപ്പെട്ട നിലയിൽ കണ്ടു. ചുറ്റും ഭൂതാവിഷ്ടരായ തടവുകാരും ഇപ്പോൾ പൂർണ്ണമായും ബാർബന്റെ നിയന്ത്രണത്തിലുള്ള എസ്പെരാൻസയുമുണ്ടായിരുന്നു. ഭൂതവും അതിന്റെ അനുയായികളും പീറ്ററിന്റെ ദൈവവുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള ഒരു ആചാരം ആരംഭിച്ചു. എസ്പെരാൻസയിൽ നിന്ന് ഭൂതത്തെ ഒഴിപ്പിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ തന്റെ പ്രതിരോധത്തിന്റെ ഫലമായി പള്ളിയിലെ കുട്ടികൾ ഓരോരുത്തരായി മരിക്കുന്നത് ബാർബൻ അവനെ നിർബന്ധിച്ചു കാണിച്ചു. തുടർന്ന് ഭൂതം പീറ്ററിന് ഒരു ഭീകരമായ തിരഞ്ഞെടുപ്പ് നൽകി. ഒന്നുകിൽ കുട്ടികളെ രക്ഷിക്കുക, അല്ലെങ്കിൽ തന്റെ മകളെ രക്ഷിക്കുക, അതല്ലെങ്കിൽ ദൈവവുമായുള്ള അവന്റെ ബന്ധം ഉപേക്ഷിക്കുക. ദുരന്തപൂർണമായ ആ നിമിഷത്തിൽ പീറ്റർ തന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബാർബൻ അവനെ പൂർണ്ണമായി കീഴടക്കി. ഭൂതം പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ അത് വിജയം പ്രഖ്യാപിച്ചു. ഇപ്പോൾ പൂർണ്ണമായും ഭൂതാവിഷ്ടനായ പീറ്റർ വികൃതമായ ഒരു പിശാചിച്ച പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് അവസാനമായി കാണുന്നത്. അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. സിനിമ ഒരു ഭയാനകമായ നിഗമനത്തിലാണ് അവസാനിക്കുന്നത്, ചുറ്റുമുള്ളവരുടെ, ലോകത്തിന്റെ തന്നെ യഥാർത്ഥ വിധി എന്താണെന്ന് അനിശ്ചിതത്വത്തിൽ നിർത്തിക്കൊണ്ട്.